എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളെ ഓണം സ്പെഷ്യൽ കുറുക്കുകാളനാണ് തയ്യാറാക്കുന്നത്. ഇതൊരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്ന് നമുക്ക് സദ്യയിലെ പ്രധാന ഒരു വിഭവമായ കുറുക്കുകാളൻ തയ്യാറാക്കാം. അതിനുവേണ്ടി നമ്മളിവിടെ ചേന കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ നമ്മൾ ചേർക്കുന്ന പച്ചക്കായാണ്, അതും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി 1/2 സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേവാൻ ആവശ്യമായ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ കഷ്ണമൊക്കെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. കഷ്ണം വേകുമ്പോഴത്തേക്ക് നമുക്കതിലേക്കുള്ള ഒരു അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി 1 മുറി തേങ്ങ ചിരിക്കതാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 3 പച്ചമുളക് കൂടി ചേർത്ത് കൊടുത്ത് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം. കഷ്ണമൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് ഒരുപാട് അങ്ങ് ഉടയണ്ട. നമുക്ക് കഴിക്കുമ്പോൾ ഇച്ചിരിയൊക്കെ കടിക്കാൻ കിട്ടുന്ന നല്ല ടേസ്റ്റാണ്. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഒഴിച്ചിട്ട് നമുക്ക് നല്ലതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അരപ്പൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ഒക്കെ ഉടച്ചെടുത്ത് 1 ബൗൾ തൈരാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമുക്കിതിലേക്ക് അത് ചേർത്ത് കൊടുക്കാം. കാളനൊക്കെ ഇപ്പം നന്നായി കുറുകി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കടുക് താളിക്കാം. കടുക് താളിക്കാനായി നമുക്കൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. മുളകും കൊച്ചുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. കാളനിലേക്ക് ചേർത്ത് കൊടുക്കാം. ടേസ്റ്റി ആയിട്ടുള്ള കുറുക്കുകാളനോട് റെഡി ആയിട്ടുണ്ട്. നമുക്കതിനി ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. എല്ലാവരും ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയ്ക്ക് കാണുമ്പോഴേക്കും ബൈ ബൈ.